ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണ്? ഇന്ന് നമ്മൾ ബ്ലെസ്സിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് ഗൈസ്. ഡിസംബർ 28 ബ്ലെസ്സിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കും. കാരണം 28 അവൾ വീട്ടിൽ പോകും, അച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൾ വീട്ടിൽ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അവൾ ബാങ്കിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന അവളോട് പറഞ്ഞു ബാങ്കിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും അവൾ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ നമ്മൾ ഓരോ ടാസ്ക് കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ. അത് വെച്ച് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ വന്നിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളന്ന് വന്നില്ല, പത്മനാഭ പാലസ്. അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ ഗിഫ്റ്റിൻ്റെ കൂടെ ഓരോ ടാസ്ക് നമ്മൾ വെക്കും. അപ്പോൾ അത് ഒരു ചെറുതായിട്ടൊരു ചിത്രം വരച്ചിട്ടാവും. ആ ചിത്രം അവൾ മനസ്സിലാക്കിയിട്ട് എവിടെയെന്നുള്ളത് ഓൾ കണ്ടുപിടിച്ചിട്ട് എടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക്. എന്തായാലും ഓൾ വരുമ്പോഴത്തേന് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇവിടെ പാസ് എടുക്കണം, 50 രൂപയാണ്. ഫോട്ടോ എടുക്കാൻ മാത്രം പാസ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മൾ ഇതിന് ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അവളെ കയ്യിലാണ് കൊടുക്കുള്ളൂ. ഈ ഗിഫ്റ്റ് ഇരിക്കുന്നിടത്താണ് നമ്മൾ രണ്ടാമത്തെ ടാസ്ക് വെച്ചിട്ടുള്ളത്. ഈ ഗിഫ്റ്റും ടാസ്കും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത്. നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പേസ് അവിടെയാണ്. നമുക്ക് അവിടെ പോയി ഗിഫ്റ്റ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ഇതാണ്. നമ്മളിവിടെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഗിഫ്റ്റും 4 ഗിഫ്റ്റും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അവളൊട്ടും വിചാരിക്കാത്തൊരു ഗിഫ്റ്റാണ് നമ്മൾ 5ാമത് കൊടുക്കാൻ. അത് അവളുടെ ഒരു ഫ്രണ്ട് നമ്മളോട് പറഞ്ഞതാണ് കൊടുക്കാൻ കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല അവൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു എടുത്ത് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ക്ലൂ എഴുതി വെച്ചിട്ടുണ്ട്. അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന എനിക്ക് ഉറപ്പാണ്. വിചാരിക്കും ഞങ്ങൾ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞങ്ങൾ ഇവിടെ അല്ല വെച്ചത്. അപ്പോൾ നമ്മൾ പുറത്താണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പോർഷനിലുള്ള ഈ ബാക്കിയുള്ളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 5ാമത്തെ ഗിഫ്റ്റോട് കുറച്ച് എക്സൈറ്റഡ് ആവും എന്ന് നമ്മൾ മനസ്സിലാവണം. അപ്പോൾ എന്തായാലും വീഡിയോ വെക്കും. അപ്പം നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കാം. ലൗഡ് ഇടും. ഹലോ, നീ എവിടെ എത്തി? ഞങ്ങളിപ്പോൾ വരാട്ടോ. ശരി. അപ്പോൾ ഇവിടെ എത്തിയിരിക്കണ്. നമ്മൾ എന്തായാലും ബോയ്ക്ക് സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിക്കാനുള്ള ഒരു സർപ്രൈസാണ്. കാരണം ബർത്ത്ഡേ ആയിട്ടില്ല. ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലല്ലേ എന്തായാലും അവൾ വരണമെങ്കിൽ നമുക്ക് വീഡിയോ. അതെ, ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്. ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ബ്ലസ് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ദയ കണ്ടിട്ടില്ല. അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതുവരെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ദയ? അപ്പോൾ നമുക്ക് എന്തായാലും ഒക്കെ കാണിച്ചു തരാൻ നടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അവൾ അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദയ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്ലാന് പറഞ്ഞിട്ടാണ് കണ്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് അവർ രണ്ടാളും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ അവൾ വിചാരിക്കാത്ത സർപ്രൈസാണ് ഇപ്പോൾ കൊടുക്കാൻ പോണത്. എന്താവും നമുക്കറിയില്ല. എന്നാൽ സെറ്റ് ചെയ്യാം. ബ്ലസ്സി, എൻ്റെ ബർത്ത്ഡേ അല്ലേ വരണത്. ഈ എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണുണ്ടോ? ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബ്ലെസ്സിക്ക് ഒരു സർപ്രൈസ് കൊടുക്കും. ഞങ്ങൾ എനിക്ക് കുറച്ച് സർപ്രൈസ് ഞങ്ങൾ ഇവിടെ കുറച്ച് എന്താ അൺഎക്സ്പെക്ട് ചെയ്യാത്ത കുറേ സർപ്രൈസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഞങ്ങളപ്പോൾ ടാസ്ക് തരും. ഇതാണ് ടാസ്ക്.
അപ്പോൾ നമ്മളിവിടെ ടാസ്ക് ഇതിൽ ഓരോ പിക്ചറാണ് എനിക്ക് മനസ്സിലാവോ ഇല്ലേന്നൊക്കെ എൻ്റെ കഴിവ് പോലെ എനിക്ക് വരക്കാനൊന്നും അറിയൂല. പക്ഷെ അപ്പോൾ നമ്മൾ ടാസ്ക് വെച്ച് എന്താ മനസ്സിലായില്ലെങ്കിലും മോള് മനസ്സിലാക്കി എനിക്ക് ആ ഗിഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ ആലോചിച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കണം പോയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾ വരച്ചത് ഓൾക്ക് മനസ്സിലാവൂലായിരിക്കാം. അപ്പൊ മനസ്സിലായില്ലെങ്കിലും കണ്ടുപിടിക്കണം, അത് മനസ്സിലാക്കണം, അതാണ് ടാസ്ക്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കല്ലേ ഈ 5ാമത്തെ മാറ്റിയേക്ക് കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്ന അറിയാം. നമ്മള് 4 ഫസ്റ്റ് 1ാമത്തത് തരാം. അത് കിട്ടിയാലും അടുത്ത ഇതിലൊന്ന് ഏതാ നമ്പർ നോക്ക്. ഇതാണ് ഗൈസ് 1ാമത്തത്. ചിത്രമൊന്നും കാണിക്കരുത് വീഡിയോയില്, ഞങ്ങളുടെ ആനക്ക് മാത്രം. അപ്പൊ നമ്മൾ 1ാമത്തെ ഇത് കൊടുക്കണം. എന്താ വെയിറ്റ് മനസ്സിലായിക്കണം പ്ലസ്. മനസ്സിലായെന്ന് തോന്നുന്നു. കിട്ടിയിരിക്കും. അപ്പൊ അല്ല പൊട്ടിക്കല്ലേ എന്തായിരിക്കും? ചെറിയ ഡൗട്ടാണ്. കൈ വെച്ചിരിക്കണം. എന്തെങ്കിലും ഇതെടുത്തിട്ട് വന്നതായിരുന്നോ? അതെ, ആ കവർ എടുക്കല്ലോ. കവർ എടുക്കും. അല്ല, ഇതിപ്പോ കൈ പിടിക്കും. ഭാഗ്യത്തിന് മടക്കി എത്താടി. പേപ്പർ കൊട്ടിച്ച് ഇതാരും അടിച്ചു? നിങ്ങളാണോ? ഈ വാച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ട് ഈ വാച്ച് ഏതാന്ന്? നമ്മള് ഗിഫ്റ്റ് വാച്ചാണ്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മള് വാച്ച് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വാച്ച് നല്ല ഇഷ്ടമായി. ഈ കളറ് റോസ് ഗോൾഡ്. ഇത് റോസ് ഗോൾഡ് ഒരു ബ്രൗൺ കളർ ഇതെനിക്ക് നല്ല ഇഷ്ടം. ഈ കളർ നല്ല രീതിയിൽ ഇഷ്ടമാണ്. നമ്മള് അവിടെ പോയപ്പോ ഇവള് പറയുന്നുണ്ട് ഇതെടുക്ക. പക്ഷെ എനിക്ക് അപ്പൊ ദയക്ക വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ കയ്യിൽ നിന്ന് മിസ്സായ വാച്ച് അതാണ്. അതുകൊണ്ടാണ് ആ വാച്ച് എടുത്തത്. പക്ഷെ എനിക്ക് ഈ ചെയിൻ വാച്ച് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ സെലക്ട് ചെയ്തത്. ഇഷ്ടമായി. അവരാണ് 2ാമത്തെ ടാസ്ക് കണ്ടില്ലേ? എന്താ മേ ബി അവിടെ ഇരിക്കുന്ന അയ്യോ മനസ്സിലായിരിക്കണം അവർക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടും അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. വലിയ പെട്ടിയാണ്, പക്ഷെ ഇതിലൊന്നും ഉണ്ടാവില്ല. ചോക്ക് ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നത് തന്നെയാണ്. ഞങ്ങളുടെ ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് ഓർഡർ ഫ്രണ്ട് വന്നു തന്നെയാണ് കേട്ടോ. ബോക്സ് ഒന്ന് നോക്കണ്ട കേട്ടോ. അതെടുക്കണ്ട, കേക്കിന്റെ പോലത്തെ ബോക്സ് എടുക്കണ്ട. അപ്പൊ തീരെ മനസ്സിലായിരുന്നു ഇത്. അതൊന്നും അതിന് ജസ്റ്റ് ഇതൊക്കെ സ്പീഡിലിട്ടാൽ മതി. ഇത് അഭിജിത്ത് തന്നെയല്ലേ? അഭിജിത്ത് തന്നതാണ്. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടായി.
അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിരിക്കണ്. അപ്പൊ അടുത്ത ടാസ്ക് വേണ്ടേ? അടുത്ത ഗിഫ്റ്റ് വേണോ? വേണോ? ഞാൻ വിചാരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാന്ന്. അപ്പൊ എന്തായാലും അടുത്ത ഗിഫ്റ്റ് മൂന്നാമത്തെ കൊടുക്ക്. മൂന്നാമത്തെ അതേതാന്ന് തുറന്നു നോക്കിക്കോ. എന്തിനു ഞാൻ ആക്രി വരയ്ക്കാൻ വേണ്ടി നടക്കുന്നു? അത് തയ്യ വരച്ച ചിത്രാണ്. ഇത് ഗസ് കുറച്ച് പാടായി അല്ലേ? പാടല്ലേ? അത് കിട്ടിയാ? കിട്ടിയിരിക്കണ കേറി നിക്കില്ല, നല്ല വെയിൽ. കേറി കാല് കൊള്ളാം. ഗസ് ലൈസാണോ? ചെറിയ ലൈസ്. മറ്റേ പൊടി ഉണ്ട്, മിഠായി ആയിരിക്കും. തുറന്നു നോക്ക്. ഇഷ്ടമുള്ള മിഠായി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി, ഇത് ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് മേടിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അടുത്ത വേണോ? അടുത്തത് വേണോ? കംപ്ലീറ്റ് ആയില്ലേ? എത്ര ടാസ്ക് ഉണ്ട്? നാലാമത്തത്. തുറന്നു നോക്കൂ. അത് ആയിരിക്കാം, എല്ലായിരിക്കാം. അതുവഴി പോകാൻ പറ്റൂല കേട്ടോ. ഏതുവഴി പോയാലും കുഴപ്പമില്ല. പെട്ടെന്ന് പോയാൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാ ഗിഫ്റ്റൊക്കെ. അതുവഴി കയറിപ്പോ. അവിടെ ഈ ബോർഡ് കാണിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കിട്ടിയോ? ക്ലൂ തെറ്റാണെങ്കിൽ പറഞ്ഞു തരൂല, എനക്ക് ആലോചിക്കാം. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം എന്തായാലും. നല്ല വെയിലുണ്ട്, കാരണം എന്തൊന്നും നടക്കുമ്പോൾ കാല് പൊള്ളണം. ചെരുപ്പടെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയാ? അപ്പം അടുത്ത ഗിഫ്റ്റും കിട്ടിയിരിക്കണേ. എന്തായിരിക്കും ഗസ് ചെയ്യ്? എന്താന്ന് എനിക്കറിയില്ല. ഓപ്പൺ ആക്ക്. ദയ അവിടെ നിൽക്കണം. നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദയ അവിടെ നിൽക്കണം. അവിടെ ആ കേട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നില്ല. എന്തായിരിക്കും? അവിടെ വരണില്ല, അവിടെ നിൽക്കും. ആ തായ. അയ്യോ, പെട്ടെന്ന് നമ്മൾ കിട്ടാണ്ട് നമ്മൾ ഉണ്ടാക്കിയ പെട്ടികളാണോ അതൊക്കെ?
അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തായിരിക്കുമെന്ന്? കടിച്ച് പൊട്ടിക്ക്. ചെടിയാണോ? ചെടി മാതിരി എന്തോ കണ്ടു. ചെടിയാണോന്ന് ചോദിച്ചാ അത് ഈ നോക്കിയിട്ട് പറയേ എന്തായിരിക്കും. ശക്തിമാൻ ശക്തിമാൻ. ക്രാന്തം കൊണ്ട് വലിച്ച് കീർ. ബാഗ്. ഇതെങ്ങനെ എന്താന്ന് മനസ്സിലായ? അനിയത്തിന്റെ ബർത്ത്ഡേക്ക് ഓർമ്മണ്ട? അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഇത് നമ്മളുടെ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോ, അതായത് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോ അതിലേക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഇഷ്ടപ്പെട്ടോ? അത് ഞങ്ങൾ പറയൂല. ഞനക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ ക്ലൂ ഒന്നുമില്ല. പക്ഷെ ഞാൻ പൊട്ടിക്കുന്ന ക്ലൂ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അത് ഈ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സൈറ്റഡ് ആവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം എന്തായാലും വേണോ? എനിക്ക് കൊടുക്കണ്ടല്ലോ അത്. വേണം. അപ്പം നമുക്ക് ക്ലൂ വാങ്ങാം. അപ്പോൾ ദയയുടെ കയ്യിലാണ്. ദയ അവിടെ നിൽക്കുകയാണ്. നമുക്ക് പോവാൻ അങ്ങോട്ട്. ഇവൾക്ക് 5ാമത്തെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആട്ടോ. അവളിതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഗിഫ്റ്റ്. അപ്പം അത് ടാസ്ക് 5 ഗസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. കാരണം അത് ജസ്റ്റ് ഒരു അവിടെയാണോ അതൊക്കെ നീ കണ്ടുപിടിക്കുക. ആ ടിക്കറ്റ് നമ്മുടെ അല്ല, അവിടെ ടിക്കറ്റ് ഉണ്ടാക്കി ചോദിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റാണ് നമ്മളിപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇതവള് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളും കൊടുത്തതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ കൊടുത്തതല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ് അല്ല. ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആൾ കൊടുത്ത ഗിഫ്റ്റുമാണ്. ഞങ്ങൾ കൊടുത്തതല്ല. എന്തായാലും നോക്കാം. ഷോ ഇവിടെ വരുന്ന കണ്ടിട്ട് മറ്റേ വിൽക്കാനൊക്കെ ആൾക്കാർ. അപ്പോൾ ബ്ലെസ്സി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ മാത്രമേ ഊഞ്ഞാല് കണ്ടിട്ടുള്ളൂ. എവിടെയെങ്കിലും ഊഞ്ഞാലില്ല. അതും അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആണ് കേട്ടോ. വേഗം ചെന്നാലേ കിട്ടുള്ളൂ. അതും ഗിഫ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആള് തന്നതുമാണ്. അത് കിട്ടൂല. വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അവിടെ ഗിഫ്റ്റ് വെച്ചിട്ടില്ല. പക്ഷെ അവൾ ഇട്ടിക്കണ ബാഗിൽ തന്നെയാണ് ആ ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇവളെയും അവളെയും കൂടിയിട്ട് ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് നിർത്തിയിട്ട് ആ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവളത് അറിയാണ്ട് ഓടിയിട്ടുണ്ട് ആ ഊഞ്ഞാലിൻ്റെ അവിടെ നിന്ന് തിരയട്ടെ കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് ക്ലൂ കൊടുക്കാം. എന്നിട്ട് നമുക്കും പിന്നാലെ പോവാം. പക്ഷേ അണ്ണേ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. ഇത് പിടിച്ച എവിടെയാണെന്നുള്ള അറിയൂ. ഞങ്ങളിതാ ആ ബാഗ് ഇടണം. ബാഗ് ഇട്ടെങ്കിലും രസം ഉണ്ടാവും. ഓടി നടന്നോ? അത് കുറച്ച് ഇതായിട്ടുള്ള ഗിഫ്റ്റ് ആണ്. അത് കിട്ടിയില്ലെങ്കിൽ
ഇങ്ങനെ പോലെ താരയിൽ ഉടുക്കുമെന്നാണ് തോന്നുന്നത്. വയ്യാണ്ടായാ? വീട്ടിൽ പറഞ്ഞു ഇവിടെ ഏതാണോ അവള് പറയണത്, ഇവിടെ എവിടെ എന്നുള്ളത് ഈ കണ്ടുപിടിക്കും. ഞാൻ കുറച്ച് ഊനാലാടട്ടെ. എന്തായാലും അവിടെ കിടന്ന് തിരയുന്നുണ്ട്. കുറച്ചെണ്ണം തിരയട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടാന്ന് വെച്ചു. ബാക്കിയൊക്കെ പോകുമ്പോ പിന്നെ പിടിക്കരുതട്ടെ, ഈ ഒറ്റക്ക് പോകണം. ബസ് വീണ പോലെ ഇല്ല, വീണാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഊനാലിരുന്ന അവിടെയാണ്. അവളത് കാണിച്ചു കൊടുക്കും. അതാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ക്ലൂ ആണ്. അത് മാത്രമല്ല ഒരു വലിയ ഗിഫ്റ്റും ആണ്. അതുകൊണ്ട് നീ ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. സമയമില്ല. അതില്ലേ ഇവിടെ ഇരിക്കുന്ന ഏത് സാധനത്തിലും ഉണ്ടാവാം. ചിലപ്പോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടില്ലായിരിക്കാം. ചിലപ്പോ നിനക്ക് ചിലപ്പോ നീ കൊടുന്നേലേ ഉണ്ടായിരിക്കാം. ചിലപ്പോ ഞങ്ങൾ കൊടുന്നേലേ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഗൈസ് ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. എന്താണ് ഇത്? നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പൊട്ടണ സാധനമാണെങ്കിലോ? ചിലപ്പോ ബോംബായിരിക്കണ്ടല്ലോ. എടി സൂക്ഷിച്ചൊക്കെ തുറന്ന ചിലപ്പോ അതിന്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കണ വല്ലതായിരിക്കും. ഞങ്ങള് വിശ്വസിക്കണ്ടേ? ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ചെയ്തിട്ട് ഒരാൾ തന്നതാണ്. നിനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നതാണ്. അതുകൊണ്ട് അപരിചിതയാണോ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ചിലപ്പോ അപരിചിതയാകാം. ഗൈസ് ഇത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പറയാറുണ്ട്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. എനിക്ക് ഓണാക്കാനൊക്കെ അറിയില്ല. ഇതാണ് ഗൈസ് ഗിഫ്റ്റ്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ബ്ലിസ്സി എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ വീഡിയോ? അടിപൊളിയായിരുന്നു. സത്യം പറയട്ടോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഗിഫ്റ്റ് ഭയങ്കര എന്താ ഇമ്പോർട്ടൻസ് ആണെന്ന്. അത് മാത്രമല്ല ഇവിടെ വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞ ബാങ്കിൽ പോയിട്ട് വന്നു. എനിക്ക് ഏറ്റവും കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ SBI ബാങ്കിൽ പോയിട്ട് ഇവരതിന് മുമ്പ് ഇവരെ ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് വരുന്നില്ല, വെയില എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ റെസ്റ്റ് എടുത്തോട്ടെ പോവാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ റെഡിയായി ഇറങ്ങിയപ്പോൾ ഇവരിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് കോള്. എന്താ എടാ ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്, നമ്മൾ പാലസി വന്നു. പക്ഷെ ഇത് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതെന്തായാലും ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ്. ഞാൻ നെക്സ്റ്റ് മന്ത് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ വയ്ക്കും. അല്ല ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. ഈ തന്നെ ഗിഫ്റ്റ് നാക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രക്കുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.